ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ ജോബികസ് വെല്ലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് കല്ലുമ്മക്കായ ഇട്ടിട്ടുണ്ട്. കല്ലുമ്മക്കായ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് പുരട്ടി വെക്കാം. ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നമ്മൾ ഈ പുരട്ടി വെച്ചിരിക്കുന്ന കല്ലുമ്മക്കായ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ചായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെക്കാം. ആ പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് കടുകിടാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1.5 സവാളയാണ് ചേർത്തിട്ടുള്ളത്. ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് അതൊരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിൻ്റെ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഒരു തക്കാളിക്ക ചേർത്ത് കൊടുക്കാം. തക്കാളിക്ക ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കല്ലുമ്മക്കായ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കല്ലുമ്മക്കായ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ അരപ്പ് വേവാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് കുറച്ച് ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണേ. നേരത്തെ ഞാൻ കല്ലുമ്മക്കായ വേവിച്ച് ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചത്. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് വറ്റിച്ചെടുക്കണം. ലാസ്റ്റ് കുറച്ച് കറിവേപ്പില ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കല്ലുമ്മക്കായ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ.